സുമതിയമ്മേ, ഒരു ചായ എടുത്തേ. എടാ ബിജു, എന്റെ കാശ് എന്തിയടാ? ഒരുമാതിരി തന്തയില്ലായ്മ എന്റെ അടുത്ത് കാണിക്കരുത്. നാളെ വൈകുന്നേരം 5 മണി വരെ നിനക്ക് ഞാൻ സമയം തരും. കൃത്യം 5 മണിക്ക് എന്റെ കാശ് വീട്ടിൽ കിട്ടണം. മനസ്സിലാണോ? നാളെ പണത്തിന് മീത പരുന്നും പറക്കില്ലെന്നാ, പക്ഷെ ഈ നീലകണ്ഠം പറക്കും. പണം റാഞ്ചുകയും ചെയ്യും. മുതലാളി ചായ. എന്താ മുതലാളി, കുറച്ച് പൈസ വേണമായിരുന്നു. എത്ര വേണം? ഒരു 1500 രൂപ വേണമായിരുന്നു മുതലാളി. എന്റെ ഇപ്പൊ പൈസ ഒന്നുമില്ല. ഇപ്പൊ കണ്ടില്ലേ, ഓരോരുത്തന്മാരെ വന്ന് വാങ്ങിച്ചോണ്ട് അങ്ങ് പോവും. തിരിച്ചു തരാൻ ആ മിടുക്കൊന്നുമില്ല. എന്തിനാ ഇപ്പൊ പൈസ? വായിലൊന്നും പഴമാണോ? ഇതിങ്ങനെ ഒരു ജന്മം. സുന്ദരമ്മേ, ഒരു പഴം കൂടി തരുമോ? ഡി സുമതി, ദേ കിടക്കുന്നു നിന്റെ കാശ്. എന്നതാടാ കറിയാച്ചാ? എടാവേ, നീ ഒന്ന് അടങ്ങ്. ലോഡൊന്നും എവിടേക്കും പോകത്തില്ല. അതൊക്കെ ഈ നീലകണ്ഠം നോക്കിക്കോളാം, ഉറപ്പുണ്ട്. നീ ഒരു കാര്യം ചെയ്യേ, നേരെ വാളയാർക്ക് പോരെ. ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം. ശരി എന്നാ. ഹലോ അരവിന്ദേ, ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ആൽമരത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. എന്താടി ഐഷു, എന്താ വരാൻ പറഞ്ഞേ? എടാ, എനിക്ക് നിന്നെ ഇഷ്ടാ. നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നേ? എന്തെങ്കിലുമൊക്കെ പറ. ഐഷു, അത് ശരിയാവില്ല. ഞാൻ നിന്റെ വീട്ടിലെ വേലക്കാരിയുടെ മോനാ. കൂടുതലൊന്നും പറയണ്ട. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലാന്ന് പറ. സുമതിയമ്മ എന്നെ സ്വന്തം മോളായിട്ടാണ് കണ്ടേക്കുന്നത്. ഈ ലോകത്ത് ഞാൻ ഇഷ്ടപ്പെടുന്ന രണ്ട് വ്യക്തികളേ ഉള്ളൂ. അത് നീയും പിന്നെ സുമതിയമ്മയാണ്. ഇഷ്ടമില്ലെന്നാണോ നീ പറയണേ? എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ജീവനാണ് നിന്നെ. പക്ഷെ നിനക്കറിയാല, നീ വലിയ വീട്ടിലെ പെണ്ണ. ഞാൻ പാവപ്പെട്ടവനാ. പിന്നെ അമ്മാവനും കാർത്തിക് അറിഞ്ഞുള്ള പ്രശ്നത്തെ കുറിച്ച് നിനക്കറിയാല. അതെല്ലാം കൂടി ആയപ്പോഴാണ് ഞാൻ മനസ്സിൽ ഞാൻ എത്ര വിചാരിച്ചിട്ടും എനിക്ക് ആ ഇഷ്ടം കൂടി പോണില്ല. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാടി. അച്ഛാ, എന്താടാ? എത്ര നേരായി വിളിക്കണേ? എന്നതാ കാര്യം? ആ വേലക്കാരിയുടെ മോൻ നമ്മ ഐശുവിന് കൈമ കയറിടിച്ചു ഞാൻ കണ്ടച്ചാ. എന്നിട്ട് അത് നോക്കി ഇന്ന് വെറുതെ ഇങ്ങോട്ട് പോന്നു അല്ലേ? അവളോട് പോയി ചോദിക്കച്ചാ. ഐശ്വര്യ, എടി ഐശ്വര്യ, എടി ഇങ്ങോട്ട് മാറിയിടേ. എടി ഇവൻ പറഞ്ഞൊക്കെ സത്യമാണോ? ഇവിടുത്തെ വേലക്കാരിയുടെ മോനുമായിട്ട് നിനക്കെന്താണ് ഈ ബന്ധം? എടി ചോദിച്ചത് കേട്ടില്ലേ? എനിക്ക് അവൻ ഇഷ്ടാ, അവൻ എന്നെയും. അതിന്റെ മോളെ, ഇവിടുത്തെ വേലക്കാരിയുടെ മോനെ നിനക്ക് പ്രേമിക്കാൻ കിട്ടുള്ളൂ. ഇങ്ങോട്ട് മാറി. ഈ കണ്ട സ്വത്തൊന്നും കണ്ട ചാവാലിപ്പട്ടികൾക്ക് ഞാൻ കൊടുക്കില്ല. എടാ ഷിബു, വണ്ടി എടുത്തേ. അച്ഛാ, ഞാൻ വരാം. എനിക്ക് അവരെ കൊല്ലണം. എടാ ഷിബു, വേഗം വണ്ടി എടുക്കണം. മോനെ അരവിന്ദേ, ചോറെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആമേ.
അവനെ കൊല്ലണം പന്നിയെ പോലെ. എന്റെ പെണ്ണിന് വേണം അവനെ കോപ്പ്. എന്റെ വീടിന് പെണ്ണത്തിന് നിനക്ക് വേണമല്ലോ. അവിടെ പോന്നേ. തീർന്നടാ നിന്റെ കഴപ്പ്. നിങ്ങൾ പൊയ്ക്കോ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ചക്ക എണീക്കണോ? അമ്മി നിന്നോടെ സന്തോഷമുള്ളൊരു കാര്യം പറയാനാ ഞാൻ വന്നത്. നീ പ്രേമിച്ച പെണ്ണ്, അവളെ ഇന്ന് എൻ്റെ മോൻ കല്യാണം കഴിച്ചു. ഇന്ന് അവൻ്റെ ഫസ്റ്റ് നൈറ്റാ. പിന്നെ വേറൊരു സന്തോഷ വാർത്തയുണ്ട്. ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്ത എന്താണെന്നറിയാമോ നിനക്ക്? സ്വന്തം അമ്മയെ മയക്കുമരുന്നിനടിമയായ മകൻ തലയ്ക്കടിച്ച് കൊന്നു. മകന്റെ പേര് അരവിന്ദ്, അമ്മ സുമതി. ഇനി നിന്റെ ജീവിതം ജയിലിലും അവിടുന്ന് തൂക്കുമരത്തിലേക്ക് എത്തിക്കും ഞാൻ നിന്നെ. കേട്ടോളാം. എടാ മാർട്ടിൻ, വേണോ അവന്റെ ഒരു മാറ്റെടുത്ത പ്രേമം. ശ്രദ്ധിക്കണം, നോക്കിക്കോണം. മോളറിഞ്ഞോ? നമ്മുടെ വേലക്കാരി സുമതി മരിച്ചുപോയി. മരിച്ചതൊന്നുമല്ല, കൊന്നതാ. സ്വന്തം മോൻ അമ്മയെ തലക്കടിച്ചു കൊന്നു. കഷ്ടമായിപ്പോയി. മോള് വിഷമിക്കണ്ട. അരവിന്ദ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എനിക്കറിയാവനെ. മോള് കാണുന്ന നല്ല ലോകം ഈ അമ്മാവൻ കുറേ ലോകം കണ്ടിട്ടുള്ള. നമ്മൾ കാണുന്ന പോലെ അല്ല മനുഷ്യരാരും. അവൻ മയക്കുമരുന്ന് അടിമയായിരുന്നു എന്നാ പോലീസുകാർ പറഞ്ഞത്. അവനെ പോലീസുകാർ കണ്ടുപിടിച്ചോളൂ. അതൊക്കെ പോട്ടെ, ഞാൻ വേറൊരു കാര്യം പറയാനാ മോളുടെ അടുത്തോ. അടുത്ത തിങ്കളാഴ്ച മോളുടെ 18ാമത്തെ ബർത്ത്ഡേ അല്ലേ? അന്ന് തന്നെ കാർത്തിക്കുമായിട്ടുള്ള വിവാഹം ഞാൻ തീരുമാനിച്ചു. മോളതിന് തയ്യാറാവും. എനിക്കിപ്പോ കല്യാണം വേണ്ട. അത് മോളല്ല തീരുമാനിക്കുന്നത്. ഈ വീട്ടിൽ ആണുങ്ങൾ പറയുന്നത് പെണ്ണുങ്ങൾ അനുസരിച്ചേ ശീലമുള്ളൂ. അതുകൊണ്ട് പറയുന്നത് അങ്ങോട്ട് കേൾക്കുക. എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്. എടാ മോനെ, എന്താ ഈ വരുന്ന തിങ്കളാഴ്ച നിന്റെയും ഐശ്വര്യയുടെയും വിവാഹം ഞാൻ അങ്ങ് തീരുമാനിച്ചു. പിന്നെ ഇത്ര നേരത്തേക്ക് ഒരു കല്യാണം കാര്യമൊക്കെ ഉണ്ടടാ, ഞാൻ പറയാം. വർഷങ്ങൾക്ക് മുമ്പേ ഐശ്വര്യയുടെ അമ്മയും ഞാനുമായിരുന്നല്ലോ മക്കള്. അവളുടെ പേരിലായിരുന്നു ഒരു ഭാഗം സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചിരുന്നത്. അതുകൊണ്ടാണ് പെങ്ങളെ അളിയനെ ഞാനങ്ങ് നേരത്തെ ഇല്ലാണ്ടാക്കിയത്. പക്ഷെ അവൾ മരിച്ചാലും സ്വത്തുക്കളൊക്കെ സ്വാഭാവികമായി മോളുടെ പേരിലായി. അവൾക്ക് 18 വയസ്സ് തികഞ്ഞാൽ ഭൂരിഭാഗം സ്വത്തുക്കളും അവളുടെ പേരിലാവും. പിന്നെ അവൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പം നീ അവളെ അങ്ങോട്ട് കല്യാണം കഴിച്ച സ്വത്തുക്കളൊക്കെ ആരുടെയായി? ഈ അച്ഛൻ നിനക്ക് വേണ്ടി ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നു. അതിനുള്ള പണിയിലായിരുന്നു. പിന്നെ ഈ കല്യാണം കഴിയുന്നതിന് 3-4 ദിവസം മാത്രമേ ഉള്ളൂ. അതുവരെ കൂടുതൽ ചുറ്റിക്കറക്കമൊന്നും വേണ്ട. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അലമ്പിനൊന്നും പോയേക്കരുത്. എടാ അളിയ, നീ എവിടെ? എടാ സാധനം കിട്ടിട്ടാ. നീ നമ്മുടെ പിള്ളേരെ കൂട്ടിട്ട് നീ കമ്പനിയുടെ അവിടേക്ക് വാ. നമുക്ക് പൊളിക്കാം. ഞാനും ഇങ്ങോട്ട് വരാം.
Cheers. കറിയാച്ചാ, ഞാനിന്ന് നല്ല സന്തോഷത്തിലാണ്. എൻ്റെ പൊന്നു മോൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കൂടുതൽ അടിച്ചടോ. പിന്നെ പറയടോ, എന്നാ ഉണ്ട് വിശേഷം? കാര്യങ്ങളൊക്കെ ഭംഗിയായി. പിന്നെ ഭംഗിയാവാണ്ടിരിക്കുവോ? എല്ലാം ഇവന് വേണ്ടിട്ടല്ലേ? അടിക്കറ മോനെ. ഐശോ, ഡാ, നിനക്കെന്താ പറ്റി? ആരാ നിന്നെ തല്ലേ? പറയാ. ഞാൻ പോട്ടെ. ശരിയടോ, ആ വന്നതിൽ ഒരുപാട് സന്തോഷം. ശരിയെന്നാ, സൂക്ഷിച്ചു പോണേ. ആ ചേട്ടായി ഓട്ടം കുട്ടോ. അരവിന്ദേ, വേണ്ട വേണ്ട. അച്ഛാ, അച്ഛാ. എന്റെ മോനെ വിടാൻ നിന്നെ ഞാൻ വെച്ചേക്കില്ലണോ? ഒന്ന് അവന്റെ ഒരു ആദിരാത്രി എന്താടോ പറഞ്ഞേ? ഇവന്റെ ആദിരാത്രി എന്നാ? ഇന്നിവന്റെ അവസാന രാത്രിയാ. നമ്മുടെ ജീവന് തുല്യ സ്നേഹിച്ചവര് കൺമുന്നി വെച്ച് മരിക്കുമ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില് അതിന്റെ പെയിൻ തനിക്ക് മനസ്സിലാവുന്നുണ്ടോടോ മുതലാളി? ഇത് താൻ കണ്ട് നീറി നീറി മരിക്കണം. പിന്നെ ആ പൊട്ടന്റെ കാര്യം അവൻ മതി തന്റെ തറവാട്ടിൽ ഞാൻ തരിയായിട്ട്. മുതലാളി മോനെ